ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേരി ടീച്ചർ. ഒരു പാരമ്പര്യ വൈദ്യം, INFJ പേഴ്സണാലിറ്റിയും ഇൻഡ്യൂഷനിലൂടെയും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്, അത് മാനവ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കുമെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. പാരമ്പര്യമായി എനിക്ക് കിട്ടിയ അറിവാണെങ്കിലും ഞാനത് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലും കൂടി ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഒരുവിധ പരീക്ഷണങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളും നടത്തിയിട്ടില്ല. എനിക്ക് കിട്ടിയ കാരണവന്മാരിൽ നിന്നും കിട്ടിയതും ഞാൻ പഠിച്ചതും എനിക്ക് അനുഭവമുള്ളതുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അത് മാനവ നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ച് ഈ പ്രായത്തിൽ എനിക്ക് കിട്ടിയ അറിവുകൾ ഇനി കാലം കഴിയുമ്പോൾ അതൊക്കെ നശിച്ചു പോകാതിരിക്കാനായിട്ടാണ് ഞാനിത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പണ്ടൊക്കെ തൈറോയിഡ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. തൈറോയിഡ് രോഗികളെ ഒരു സാറ് ഞാനൊരു ക്ലാസ്സിൽ കേട്ടായിരുന്നു, തൈറോയിഡ് രോഗത്തെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഒരാൾ തൈറോയിഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടും അവരെ ചികിത്സിക്കാൻ മോഡൽ കാണിക്കാനുണ്ടായില്ല എന്നാ പറഞ്ഞത്. ഇന്ന് ആ സമയത്ത് കേരളത്തിൽ പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികൾക്കടക്കം തൈറോയിഡിന്റെ പ്രശ്നമാണ്. പണ്ട് കാലത്ത് 80 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് തൈറോയിഡ് ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് വയസ്സായവർക്കും മിഡിൽ ക്ലാസ്സിനും കുഞ്ഞിനും എല്ലാത്തിനും തൈറോയിഡാണ്. അപ്പൊ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഗോതമ്പ് ഉപയോഗിച്ച ഗ്ലൂട്ടൺ അതിലുള്ളത് കൊണ്ട് അതിന്റെ അളവ് കൂടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പാല് കഴിച്ചിട്ടാണ്, പിന്നെ ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പണ്ടും ആൾക്കാർ കഴിച്ചായിരുന്നു. ഇത്ര അധികമൊന്നും ഈ തൈറോയ്ഡ് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്റെ നിഗമനത്തില് ഞാൻ നിരീക്ഷിച്ചത് എനിക്ക് മനസ്സിലായത് ഈ അയഡൈസ്ഡ് ഉപ്പ് വന്നതിന് ശേഷമാണ് ഇത്ര അധികം ഈ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തില് തൈറോയിഡ് രോഗികൾ വന്നതെന്നുള്ളതാണ്. കാരണം നമ്മുടെ മണ്ണിലും വായുവിലും വെള്ളത്തിലും ഇഷ്ടം പോലെ അയോഡിനുണ്ട്. ഒരു കൃത്രിമമായ അയോഡിന്റെ ആവശ്യം നമുക്കില്ല. കാരണം നമ്മള് അയോഡിന്റെ കുറവ് നികത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കടൽ മത്സ്യങ്ങളാണ്. അപ്പൊ സമതന്തുലിതമായ അയോഡിൻ നമുക്ക് പ്രകൃതി തന്നെ കനിഞ്ഞരുളിയിട്ടുണ്ടായിരുന്നു. അയോഡിന്റെ കുറവുണ്ടാവും മലപ്രദേശങ്ങളിലും കുന്ന് പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കാണ്. അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങളായിരിക്കും, കടൽ മത്സ്യങ്ങളല്ല അധികം ഉണ്ടാവുക. അത് കൂടുതൽ അവരുടെ ആൾക്കാർക്കാണ്. പക്ഷെ രാജ്യവ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് ഇന്ന് ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ പ്രധാന കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറമേ നമ്മുടെ ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ബേക്കറി പലഹാരങ്ങൾ, രാസവസ്തുക്കൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ടുള്ള മത്സ്യം, മുട്ട, പാല്, നോൺ വെജ് എന്നിവയുടെ ഉപയോഗം, ആകുലത, ഭയം, കോപം, പിന്നെ നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും ആരും ശരീരം അനങ്ങിയൊന്നും പ്രവർത്തിക്കണമൊന്നുമില്ലല്ലോ, അങ്ങനെയുള്ള പ്രവർത്തനക്കുറവ്, പിന്നെ രാത്രിയിൽ എത്ര നേരം വേണമെങ്കിലും ഉറക്കമൊഴിച്ചിരുന്നിട്ടാണ് ഇന്ന് മിക്കവാറും കുട്ടികളുടെ പഠിപ്പും അതുപോലെ തന്നെ ജോലിയുമെല്ലാം. അതും പിന്നെ അതുപോലെ തന്നെ ഒരാളും സൂര്യപ്രകാശം കിട്ടുന്നില്ല, എല്ലാവരും റൂമിനുള്ളിലാണ്. പുറത്തിറങ്ങി ഒരു സൺലൈറ്റ് കിട്ടാത്തതും നമുക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ മലിനീകരണവും, അതുപോലെ തന്നെ ഹെവി മെറ്റൽസിൻ്റെ ടോക്സിസിറ്റിയും അതുപോലെ തന്നെ മലിനീകരണവും എല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. തൈറോയിഡിസം ഉണ്ട്. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസവും രണ്ടാമത്തേത് ഹൈപ്പോ തൈറോയിഡിസവും. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുമോ എന്നറിയാനായിട്ട്
നമ്മുടെ ഭാരം കുറഞ്ഞു വരും, ചൂട് കൂടും, ഹൃദയമിടിപ്പ് വേഗത്തിലാവും, ഉത്കണ്ഠ ഉണ്ടാവും, ഉറക്കക്കുറവുണ്ടാവും, തടി വയ്ക്കും. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കും, ഒരു ഉണർവും ഉണ്ടാവില്ല. ശരീരത്തിന് എപ്പോഴും ഒരു കുളിര് തോന്നും, ഒരു വിഷാദഭാവമായിരിക്കും, എന്തെന്നറിയാത്തൊരാകുലത ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പ്രത്യേകതകൾ. തൈറോയിഡ് രോഗികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കുണ്ടാവുന്ന ഫീലിങ് അവരുടെ വലത് കൈയും വലത് കാലും നല്ല മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പുണ്ടാവും. ആ സമയത്ത് ഇടത് കൈയും ഇടത് കാലുമാണ് ധരിക്കുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ടാണെന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പം അത് എങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ പാരമ്പര്യ അറിവനുസരിച്ച് അത് എങ്ങനെ ചെയ്ത് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ആ മുരിങ്ങയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ക്ലീൻ ആക്കാമെന്ന്. മുരിങ്ങ സർവ്വരോഗ സംഹാരിണിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ ഒരുവിധം രോഗങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഹൈപ്പർ തൈറോയിഡിസം കുറയ്ക്കാനായിട്ട് മുരിങ്ങയും ഉപ്പും കൂടി അരച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് കുറയുന്നു. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒരു കാര്യമാണ് മോച്ചിമി, അല്ലെങ്കിൽ ഇത് വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് മുയൽ ചെവി. മോച്ചിമി എന്ന് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് എടുത്തിട്ട് അരച്ച് നമ്മള് ഉപ്പ് ചേർത്തിട്ട് അരയ്ക്കുക, കുറച്ച് മഞ്ഞളും കൂടി കൂട്ടിച്ചേർക്കുക. അപ്പൊ കുറച്ചും കൂടി ഇതിന് നല്ല ഇതിന്റെ ഈ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ ഇതിന് നൂഡിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡിന് ഇവിടെ ചെറിയ ചെറിയ മുഴകളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ മാറ്റാനായിട്ട് തൈറോയിഡ് ഗ്രന്ഥിനെ ആക്ടിവേറ്റ് ആക്കാനായിട്ട് ഇതിന് സാധിക്കും. ഇതിൽ കുറച്ച് ഉപ്പും ചേർക്കുക, കുറച്ച് മഞ്ഞളും ചേർക്കുക, എന്നിട്ട് അരച്ചിട്ട് ഇവിടെ ഇങ്ങനെ തൈറോയിഡ് ഇങ്ങനെ അരച്ച് ഇവിടെ ഇടുക. അപ്പോൾ തൈറോയിഡ് ഒരാഴ്ചക്കുള്ളിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇത് തന്നെ പച്ചമഞ്ഞളും അതുപോലെ തന്നെ പച്ചമഞ്ഞളും ഇതും കൂടി കൂട്ടി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചിട്ട് അത് ഉള്ളിലേക്ക് കഴിക്കുക, അല്ലെങ്കിൽ അടിച്ച് ജ്യൂസായിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടി കൂട്ടിച്ചേർത്ത് അരച്ച് ജ്യൂസായിട്ട് കുടിച്ചാലും തൈറോയിഡിന്റെ പ്രശ്നം മാറിക്കിട്ടും. ഇത് തന്നെ എടുത്തിട്ട് അരയ്ക്കുക, നല്ലപോലെ അരച്ചിട്ട് അതിൽ ലേശം ഉപ്പും കൂട്ടിയിട്ട് നെറുകയിൽ ഇട്ടാലും നെറുകയിലുള്ള കഫമൊക്കെ ഇറങ്ങി വന്ന് ഈ തൈറോയിഡ് കുറയുന്നതായിട്ട് ധാരാളം കണ്ടിട്ടുണ്ട്. ഇന്ന് പ്രകൃതിയിൽ തന്നെ നമുക്ക് ഇപ്പൊ സുജോക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏത് സാധനമാണ്, ഏത് പ്രകൃതിയിൽ കിട്ടുന്ന ഓരോ ചെടികൾക്കും ഓരോ അവയവങ്ങളുടെ ഷേപ്പ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഷേപ്പുള്ള ഒരു ചെടിയാണ്. അപ്പൊ ഇത് ലേശം എണ്ണ പുരട്ടിട്ട് നമ്മള്, അല്ലെങ്കിൽ സുജോക്കിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു 2 ഭാഗവും ഒട്ടുന്ന അതുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനാ പറയുന്നത്. ഇത് ഈ വെള്ളമന്താരത്തിന്റെ ഇലയും കുറച്ച് കറിവേപ്പിലയും ഒരു നെല്ലിക്കയും കൂട്ടി അരച്ച് കഴുത്തില് അരമണിക്കൂർ നേരം ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡ് ഗ്രന്ഥികളെ ആക്ടിവേറ്റ് ആക്കാനായിട്ട് സഹായിക്കും. വെള്ളമന്താരത്തിന്റെ 5 ഇല എടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി 2 നേരം രാവിലെയും വൈകിട്ടും കുടിച്ചാലും തൈറോയിഡ് ഗ്രന്ഥി ആക്ടിവേറ്റ് ആവാൻ സഹായിക്കും. പിന്നെ 2-3 നെല്ലിക്ക, 1 പിടി കറിവേപ്പില, 2 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 കഷ്ണം ചുട്ട പച്ചമഞ്ഞൾ, ഇതെല്ലാം കൂടി അടിച്ച് ജ്യൂസായിട്ട് ആഴ്ചയിൽ 3-4 ദിവസം കഴിക്കാവുന്നതാണ്. ഭക്ഷണത്തിന് 2 മണിക്കൂർ മുമ്പും പിമ്പും ഗ്യാപ്പ് ഇടുന്നത് വളരെ നന്നായിരിക്കും. ഓപ്പറേഷൻ ചെയ്തവർക്ക് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഹൈപ്പോ തൈറോയിഡിസത്തിന് പറഞ്ഞ മരുന്നുകൾ സ്വീകരിക്കാവുന്നതാണ്. പ്രകൃതി മരുന്നും ഇംഗ്ലീഷ് മരുന്നും തമ്മിൽ 2 മണിക്കൂർ നേരത്തെ ഗ്യാപ്പ് അത്യന്താപേക്ഷിതമാണ്.
തൈറോയിഡ് ഗ്രന്ഥിയെ ആക്ടിവേറ്റ് ആക്കാനായിട്ട് യോഗാശാസ്ത്രത്തിൽ ഒക്കെ ഉണ്ട്. സർവാംഗാസനം ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഇതിൻ്റെ ടോക്സിൻസ് ഒക്കെ പോകാനും ആക്ടിവേറ്റ് ആവാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ മത്സ്യാസനം എന്ന് പറഞ്ഞിട്ടൊരു ആസനം ഉണ്ട്, അത് ചെയ്താലും പറ്റും. അപ്പൊ ഇതൊന്നും ചെയ്യാനായിട്ട് സാധാരണത്തിൽ പ്രായമായ ആൾക്കാർക്കൊക്കെ മടിയും കുറവാണെങ്കിൽ നമുക്ക് സാധാരണയിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നല്ല പോലെ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ നല്ല പോലെ ഈ കഴുത്തിൻ്റെ ഇവിടെ നന്നായിട്ട് ഞരമ്പുകൾ വലിയുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക. നല്ല പോലെ വലിയുന്ന വരെ പിടിച്ച് നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വന്ന് നെഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുക. വീണ്ടും ശ്വാസം എടുക്കുക. എല്ലാ ഞരമ്പുകളും നന്നായിട്ട് വലിയണം. അങ്ങനെ ഒരു 10 പ്രാവശ്യം ആവർത്തിക്കുക. അതിനുശേഷം നല്ല പോലെ ശ്വാസം എടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ നല്ല പോലെ വലിയണം. നമ്മുടെ നട്ടെല്ല് കാണാൻ ശ്രമിക്കണം. അത്ര നല്ല പോലെ തിരിയുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇവിടേക്ക് വരാം. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇവിടേക്ക് വരാം. ശ്വാസം വിട്ടുകൊണ്ട് തിരിയാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരാം. ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് തിരിയുക. നല്ല പോലെ തിരിയണം. നല്ല പോലെ അവിടെ വലിയണം. നട്ടെല്ല് കാണാൻ ശ്രമിക്കണം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വരാം. ശ്വാസം വിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് പോവാം. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ വരാം. അങ്ങോട്ട് പോയതിൻ്റെ ഇരട്ടി സമയം കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അത്ര സ്ലോ ആയിട്ട് വരണം. ഇനി കഴുത്ത് ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കഴുത്ത് ഇങ്ങനെ ഇവിടെ മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് പോകാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് പോകാം. ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം കഴുത്ത് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് 2 സൈഡിലും മാറി ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൂടെ ഇങ്ങോട്ട് തിരിച്ചിട്ട് വരാം. ക്ലോക്ക് വൈസും ഒരു 10 പ്രാവശ്യം ചെയ്യുക. അതിൽ ക്ലോക്ക് വൈസും 10 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡൊക്കെ നല്ലപോലെ ആക്ടിവേറ്റ് ആവും. ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ തൈറോയ്ഡ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരൾ ഹാർട്ട് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അതുകൊണ്ട് എടുത്തു കളഞ്ഞ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന T3, T4 എന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം ഇല്ലാതാകുകയും ഇവ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും മെറ്റബോളിസം നിയന്ത്രിക്കുന്ന പ്രക്രിയ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഭക്ഷണം എനർജിയാക്കി മാറ്റുന്ന പ്രവർത്തനവും ഇല്ലാതാകുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജം നിയന്ത്രിക്കുന്നതിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രധാന പങ്കുണ്ട്. ശരീരത്തിന് വേണ്ട ഉത്സാഹം ഉണ്ടാക്കുന്നതും ഈ ഗ്രന്ഥിയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാവില്ല. ഒന്നും ചെയ്യാനും തോന്നില്ല. അവിടെ എവിടെയും ചടഞ്ഞുകൂടിയിരിക്കാൻ മാത്രമേ തോന്നൂ. ഗർഭിണികളായ സ്ത്രീകൾക്ക് തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മസ്തിഷ്ക വികാസം, അസ്ഥികളുടെ വളർച്ച,
ശരീരവികസനം എന്നിവയ്ക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ അഭാവം മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യമോ ബുദ്ധിമാന്ദ്യമോ സംഭവിക്കാനായിട്ട് കാരണമായിത്തീരുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും ഹൃദയമിടിപ്പിൻ്റെ വേഗതയെയും നിയന്ത്രിക്കുന്നതിൽ തൈറോയ്ഡ് ഹോർമോൺ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താനും അതുപോലെ തന്നെ തണുപ്പിൽ നിന്ന് സംരക്ഷണം നേടാനും നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് സഹായിക്കുന്നത്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ നമുക്ക് ഡിപ്രഷൻ, ഉത്കണ്ഠ, ഓർമ്മക്കുറവ്, ക്ഷീണം മുതലായ പ്രശ്നങ്ങൾക്കും കാരണമാകും. പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നമ്മുടെ കൺട്രോൾ സെൻ്ററാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി. അതിൻ്റെ പ്രവർത്തനമാണ് ഭക്ഷണം എനർജിയാക്കി മാറ്റുന്നതും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ, ശരീര വളർച്ചയിൽ, മാനസിക ആരോഗ്യത്തിൽ വരെ ഇതിൻ്റെ സ്വാധീനം അനിവാര്യമാണ്. ഹൃദയം പ്രാധാന്യമേറിയ നമ്മുടെ അവയവത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയല്ലേ? നമുക്ക് സന്തുലിതമായ സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാനായി ഇതിൻ്റെ ആവശ്യത എത്രമാത്രമാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ഈ പച്ചമരുന്നുകൾ കൊണ്ടും പ്രകൃതി ജീവനം കൊണ്ടും നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുമക്കൾ മധുരമുള്ള സാധനങ്ങൾ കഴിച്ചപ്പോൾ ഇന്ന് മിക്കവാറും ഉപ്പിലിട്ടതും ഉപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കൂടുതലും കുട്ടികളും മുതിർന്നവരും കഴിക്കുന്നത്. എക്സിബിഷനൊക്കെ പോയാൽ കാണാം, എല്ലാവരും ഇന്ന് ഉപ്പിലിട്ട സാധനങ്ങളാണ് അധികം കഴിക്കുന്നത്. ഇത് അയഡൈസ്ഡ് ഉപ്പാവുമ്പോൾ കൂടുതൽ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നതിനും അത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുമുണ്ട്. നമ്മുടെ ജീവൻ നാഡിയായ തൈറോയിഡ് ഗ്രന്ഥിയെ സംരക്ഷിക്കാൻ ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന സൂര്യപ്രകാശം അരമണിക്കൂർ നേരം കൊള്ളുകയും തെറ്റായ ഭക്ഷണരീതി ഉപേക്ഷിക്കുകയും യോഗ, മെഡിറ്റേഷൻ മുതലായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയങ്കരിയായ തൈറോയിഡ് ഗ്രന്ഥിയെ സംരക്ഷിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് നിങ്ങളെ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ആവശ്യമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അയഡൈസ്ഡ് പിന്നെ പകരമായിട്ട് സാധാരണ കല്ലുപ്പ് ഉപയോഗിക്കും. പിന്നെ വേറെ നമ്മുടെ ത്രോട്ട് ചക്ര എന്ന് പറയും. ത്രോട്ട് ചക്രയിൽ നമുക്ക് സമാധാനം ഇല്ലെങ്കിലാണ് ത്രോട്ട് ചക്ര, തൈറോയിഡും അതുപോലെ തന്നെ ടോൺസിൽസും ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിലും 80% ഈ മനസ്സിന്റെ വേദനകളാണ്. അപ്പൊ അതുകൊണ്ട് തൈറോയിഡ് ഗ്രന്ഥികൾക്ക് രോഗം വരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം സമാധാനമില്ലായ്മയാണ്. അതുപോലെ തന്നെ മാനസിക കോസ്മിക് എനർജി, നമ്മള് ദൈവികോർജം നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾക്ക് ശാരീരിക സുഖവും മാനസിക ആനന്ദവും നമ്മളുടെ ബ്ലോക്കുകളൊക്കെ മാറാനായിട്ട് സഹായിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അതിനെ തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഇന്നർ ഹീലിംഗ് മെഡിറ്റേഷനും അതുപോലെ തന്നെ NLP കൗൺസിലിങ്ങും. നമ്മളെല്ലാവരും ഇന്ന് ലോകത്തിലെല്ലാവർക്കും രോഗികളായി തീരുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാര് പറഞ്ഞത് മരുന്നും മന്ത്രവും വേണം. ഇന്നർ ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന ആ മുറിവുകളെ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് റിലീവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മള് കൗൺസിലിംഗ് ചെയ്യുമ്പോ ഈ ചെവിയിൽ കൊടുക്കട്ട് ഈ ചെവിയിൽ കൊടുക്കണമെന്നതിന് പകരമായിട്ട് നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മൾ കടന്നു ചെല്ലും. അവിടെ വെച്ച് റിലീവ് ചെയ്താൽ അത് എന്നേക്കുമായിട്ട് റിലീവ് ചെയ്യും. അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇന്നർ ഹീലിംഗ് മെഡിറ്റേഷനും അതുപോലെ തന്നെ NLP കൗൺസിലിംഗും.